ഏത് കാര്യങ്ങളും പ്രയാസങ്ങളില്ലാതെ എളുപ്പത്തിൽ നടക്കാനുള്ള അത്ഭുതകരമായ ഒരു ദിക്റാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഈ ദിക്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുന്നാര മകളായ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഏതാണ് അത്ഭുതകരമായ ദിക്ർ, എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് വിശദമായി പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ മടിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ പല പ്രയാസങ്ങളും പല വിഷമങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട്, ടെൻഷൻ മാറുന്നുണ്ട്, മനസ്സിന് സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കെടുത്ത് പുണ്യം നേടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ അതിന്റെ ആൻസർ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കുളിയുടെ ഫർളുകൾ എത്ര എന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് കുളി എന്ന് പറയുന്നത്. സുന്നത്തായ കുളിയുണ്ട്, നിർബന്ധമായ കുളിയുണ്ട്. ജനാപത്തുകാരനായാൽ പിന്നെ നിസ്കരിക്കണമെങ്കിൽ, ഖുർആൻ തൊടണമെങ്കിൽ, കഅബ തവാഫ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ സുന്നത്തായ കുളിയുണ്ട്. സുന്നത്തായ കുളി ശരീരം പകർച്ചയാകുമ്പോ, അതുപോലെ തന്നെ ശരീരം മോശമാകുമ്പോ, ഇങ്ങനത്തെ അവസ്ഥയിൽ പെരുന്നാളിനൊക്കെ, റബീഉൽ അവ്വലിന്, വെള്ളിയാഴ്ചയൊക്കെ സുന്നത്തായ കുളിയുമുണ്ട്. എന്നാൽ നിർബന്ധമായ കുളി നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. കുളിയുടെ ഫർളുകൾ 2 ആണെന്നും അതല്ല 3 ആണെന്നും മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ്. കുളിയുടെ ഫർളിൽ ഒന്നാമത്തത് നിയ്യത്ത് വെക്കലാണ്. നമ്മളിപ്പോ ഹൈലുണ്ടായി, ഹൈല് നിന്ന് കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കാതെ വെറുതെ വെള്ളം എടുത്തിട്ട് തലന്റെ മുകളിൽ പാർന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മളെ കുളി ശരിയായിട്ടില്ല. നിസ്കരിക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല, ഖുർആൻ തൊടാൻ പറ്റൂല, കഅബ തവാഫ് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ കുളിക്കുന്ന സമയത്ത് ആദ്യമായി നിയ്യത്ത് വെക്കണം. എന്റെ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കേണ്ടത്. അപ്പൊ നിയ്യത്താണ് ഒന്നാമത്തെ ഫർള്. നിയ്യത്തില്ലാതെ കുളി ശരിയാവുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ആളുകളൊക്കെ ഷവറിന്റെ ചുവട്ടിൽ നിന്നാണ് കുളിക്കുക. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാറുണ്ട്. ഷവറിന്റെ ചുവട്ടിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് എന്റെ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. പക്ഷെ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ബക്കറ്റിൽ 2 കുല്ലത്ത് വെള്ളമല്ല. അപ്പൊ നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അഥവാ നമ്മളെ ശരീരത്തിൽ നിന്ന് വെള്ളം അതിലേക്ക് തെറിക്കാൻ പാടില്ല. കാരണം 2 കുല്ലത്ത് വെള്ളം ആ ബക്കറ്റിൽ ഇല്ല. ചെറിയ ബക്കറ്റ് ആയിരിക്കും, വലിയ ആന പോലത്തെ ബക്കറ്റൊന്നും ഒരാളെ ബാത്റൂമിൽ ഉണ്ടാകൂല. അപ്പൊ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുമ്പോ ഞാൻ വെള്ളം കോരിയെടുക്കുന്നു, എന്റെ ജനാപത്ത് ഉയരാൻ വേണ്ടി, എന്റെ വലിയ ശുദ്ധി ഉയരാൻ വേണ്ടി ഞാൻ വെള്ളം കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് ഓരോ കോരലിലും വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുളി ശരിയാവൂല. ഇത് പല ആളുകൾക്കും അറിയില്ല. ഇത് ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരി ഇങ്ങനെ പാരുക, അങ്ങനെ പറ്റൂല. ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് വീഴും. അങ്ങനെ വീഴാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധിയാണ്, നിയമം അങ്ങനെയാണ്. അതുകൊണ്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്ന സമയത്ത് ഓരോ കോരലിലും നമ്മൾ നിയ്യത്ത് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് വെള്ളം അതിലേക്ക് ഒറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം തെറിച്ചാലും കുഴപ്പമില്ല. പിന്നെ എന്ത് വേണം? ഓരോ കോരലിലും ഞാൻ എന്റെ ജനാപത്ത് ഉയർത്താൻ വെള്ളം കോരുന്നു, ഞാൻ എന്റെ വലിയ ശുദ്ധി ഉയർത്താൻ വേണ്ടി കുളിക്കാൻ വേണ്ടി വെള്ളം കോരുന്നു എന്ന് ഓരോ കോരലും നിയ്യത്ത് വെക്കണം. അതുകൊണ്ട് എല്ലാ ആളുകളും വീട്ടിൽ ഷവർ വെച്ചോളി, ഭർത്താക്കന്മാരോട് പറഞ്ഞോളി ഷവർ വെക്കാൻ. ഇത് ഓരോ കോരലൊക്കെ നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതി ചോദിച്ചോളി. ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു തരും. അതുപോലെ 2ാമത്തെ ഫർള് ഇസാലത്തുൻ നജാസത്തി. കുളിക്കുന്ന സമയത്ത് വെറുതെ വെള്ളം ശരീരത്തിലേക്ക് ഒലിപ്പിച്ചാൽ പോരാ.
വെറുതെ ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ പറന്നാ പോരാ, വെറുതെ ഷവറിന്റെ ചുവട്ടിൽ ഇങ്ങനെ പോയി നിന്നാ പോരാ. ശരീരത്തിലുള്ള നജസുകളൊക്കെ തേച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കി കളയണം. നജസുകൾ പോയിട്ടില്ല എന്നാൽ നമ്മളെ കുളി ശരിയാകൂല. അതുപോലെ തന്നെ ഒരു പശ ഉണ്ട്, നമ്മളെ ശരീരത്തിൽ പശ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുളി ശരിയാകൂല. ചുണ്ണാമുണ്ട്, കുളി ശരിയാകൂല. നഖത്തിന്റെ ഉള്ളിലൊക്കെ നിറച്ച് ചളിയാണ്, നഖത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം പോകൂല, കുളി ശരിയാകൂല. അതുപോലെ തന്നെ വല്ല സ്റ്റിക്കറോ ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ കുളി ശരിയാകൂല. അപ്പൊ അതൊക്കെ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫർള് ഈസാലുൽ മാഇ ജമീഇ ശൈരി വൽ ബശരി, ശരീരം മുഴുവനും വെള്ളം ആക്കണം, ശരീരം മുഴുവനും വെള്ളാക്കണം. ഓരോ മുടിയുടെ ഇടയിലേക്കും വെള്ളം പോകണം. എവിടെയൊക്കെ മുടിയുണ്ടോ ആ ശരീരത്തിന്റെ ആ മുടിയുള്ള ഭാഗത്തിലേക്കൊക്കെ വെള്ളം എത്തണം. ശരീരത്തിന്റെ എവിടെയൊക്കെ തൊലിയുടെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗത്തേക്കൊക്കെ വെള്ളം എത്തേണ്ടതുണ്ട്. വെറുതെ അങ്ങ് മുക്കി പാർന്നു കഴിഞ്ഞാൽ കുളി ശരിയാവൂല. നമ്മൾ ശരിക്ക് വെള്ളം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മൂന്നാമത്തെ ഫർള്. അപ്പൊ കുളിയുടെ ഫർള് നാം പറഞ്ഞത് 3 അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനി പല ആളുകളും 2 ആൻസർ എഴുതിയിട്ടുണ്ട്, അതും ശരിയാണ്. മഹാന്മാര് 2 എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്, 3 എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ സങ്കടങ്ങൾ മാറാൻ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ ഈസിയായി, വളരെ എളുപ്പത്തിൽ, നിഷ്പ്രയാസം, ഒരു പ്രയാസവും കൂടാതെ ചെയ്തു തീർക്കാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു ദിക്റാണ്. ഈ ദിക്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹബീബായ തങ്ങള് ഫാത്തിമ ബീവിക്ക് പ്രയാസങ്ങൾ മാറാൻ, കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ദിക്റാണ്. ആ ദിക്ർ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യം ഞാനൊന്ന് ചൊല്ലിത്തരാം, പിന്നെ അതിന്റെ അർത്ഥം പറഞ്ഞു തരാം, പിന്നെ എത്ര പ്രാവശ്യം ചെല്ലേണ്ടത് എന്നും പറഞ്ഞു തരാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഇപ്പോൾ തന്നെ ഇത് പഠിക്കുക. ഈ മജ്ലിസിൽ നിന്ന് തന്നെ അത് കാണാതെ പഠിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഒന്നുകൂടെ നോക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ. ഇതാണ് അത്ഭുതകരമായ ദിക്ർ. ഇതിന്റെ അർത്ഥം എല്ലാവരും ശ്രദ്ധിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനായ അല്ലാഹുവേ, എന്തും നിലനിർത്തുന്നവനായ അല്ലാഹുവേ. ഉണ്ടോ, അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്, അല്ലാഹ്ക്ക് മരണമില്ലല്ലോ. അപ്പൊ എന്നെന്നും ജീവിക്കുന്നവനായ അല്ലാഹുവേ, എന്തിനേയും നിലനിർത്തുന്ന അല്ലാഹുവേ, എല്ലാറ്റിനെയും ഇവിടെ നിലനിർത്തുന്നതാരാ? അല്ലാഹുവാണ്. ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായത്തിനെ ചോദിക്കുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ നന്നാക്കി തരണേ റഹ്മാനെ. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ നന്നാക്കി തരണേ, ആ കാര്യങ്ങളൊക്കെ നീ എളുപ്പം നൽകണേ അല്ലാ എന്നാണ് ഇതിന്റെ അർത്ഥം. വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ, എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കട്ടെ അല്ലാ, എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ല റഹ്മാനെ, എനിക്ക് താങ്ങൂല, നമ്മളെ കാര്യം നമുക്ക് താങ്ങൂല. അള്ളാഹുവിനെ ഭരമേൽപ്പി. ഇത് തവക്കുലിന്റെ ഒരു വാക്കാണ്. എന്താണ് ലാസ്റ്റ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താ? വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ, എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ല റഹ്മാനെ. നമ്മളെ കാര്യം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ സഹായത്തിന് ചോദിക്കുകയാണ്. നമുക്ക് എന്താ കഴിയുക? നമുക്കിവിടെ ഒന്നിനും കഴിയൂല. നമ്മൾ ഒന്നിനും കഴിയാത്ത പാപികളായ അടിമകളാണ്. അള്ളാഹു നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക. ഒന്നുകൂടെ ആ ദിക്ർ നമുക്ക് ഒരുമിച്ച് ചെല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ. ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത്? രാവിലെ വൈകുന്നേരവുമാണ് ചൊല്ലേണ്ടത്. രാവിലെ 3 പ്രാവശ്യം, അതല്ലെങ്കിൽ 7 പ്രാവശ്യം, 13 പ്രാവശ്യം, 33 പ്രാവശ്യം, ഇത് അത്രയും ചെല്ലാവുന്ന ദിക്റാണ്. പ്രത്യേക കണക്കുകൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല, മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. ഇത് അധികരിപ്പിക്കേണ്ട ദിക്റാണ്, ധാരാളം ചെല്ലേണ്ട ദിക്റാണ്. രാവിലെ ധാരാളം ചെല്ലുക, അതുപോലെ തന്നെ വൈകുന്നേരത്തും ധാരാളം ചെല്ലുക എന്നുള്ളതാണ്. രാവിലെ എണീറ്റ ഉടനെ ചെല്ലാൻ പറ്റുന്ന ആളുകൾ ചെല്ലുക, താജ് നമസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറ്റുന്ന ആളുകൾ ചെല്ലുക. വലിയ ബറക്കത്ത്, വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നമ്മുടെ ഏത് കാര്യവും അല്ലാഹു എളുപ്പമാക്കി നൽകും. വീട് പണിയാണോ? അല്ലാഹു എളുപ്പമാക്കി തരും. മക്കളുടെ വിവാഹമാണോ? എളുപ്പമാക്കി തരും. ഇതൊക്കെ പറ്റും. ഇതൊക്കെ
ഇതൊക്കെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം അള്ളാഹുവിൽ വിശ്വാസം വേണം. അള്ളാഹിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. ഇത് പറയുമ്പോൾ പല ഉമ്മമാരും പല ആളുകളും ചിന്തിക്കുന്നത് അതൊക്കെ മൂല്യർ വെറുതെ തട്ടിവിടുകയാണ്, സമയം കളയാൻ വേണ്ടിയിട്ട്, മൂല്യരുടെ ചാനൽ ഒരുപാട് ആളുകൾ വരാൻ വേണ്ടിയിട്ട് വെറുതെ തട്ടിവിടുകയാണെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അവരോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഈ ദിക്ർ കൊണ്ട് ഫലം ഉണ്ടാവൂല. ആദ്യം അള്ളാഹുവിലുള്ള വിശ്വാസം നന്നാക്കണം. അള്ളാഹിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക. എന്റെ റബ്ബ് നൽകും, എന്റെ റബ്ബ് തരും എന്നുള്ള വിശ്വാസം ആദ്യം വേണം. അചഞ്ചലമായി വിശ്വസിക്കണം. എന്നാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടൂല. അള്ളാഹ് ആദ്യം വിശ്വസിക്കുക. അതുപോലെ തന്നെ പിശാചൊക്കെ ഇളകി മണ്ടും എന്നുള്ളതാണ്. ഈ ദിക്ർ നമ്മൾ വീട്ടിൽ ചെല്ലുക, പിശാച് നമ്മളെ ശരീരത്തിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മണ്ടും. അത്രയും പവറാണത്രേ ഈ ദിക്റിനെ എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഈ ദിക്റാണ് ഫാത്തിമ ബീവിയോട് അള്ളാഹുവിന്റെ റസൂൽ ചെല്ലാൻ പറഞ്ഞത്. ഫാത്തിമമ്മ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചൊല്ലിക്കൂടാ? അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവെ, ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അള്ളാഹ്, സമാധാനം നൽകണേ അള്ളാഹ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ചൊല്ലി മജ്‌ലിസ് അവസാനിപ്പിക്കാം. يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي طرفة عين. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, തട്ടിമാറ്റല്ല റബ്ബേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.